ഹലോ ഓൾ, നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ലേസർ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉള്ള മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം അല്ലെ, ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് ത്രൂ ഔട്ട് ലേസർ ഉണ്ട്, ലേസർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഹോളോഗ്രാഫി, അങ്ങനെയുള്ള ഒരു ഏരിയ ആയിട്ടാണ് ലേസർ ആയിട്ട് വരുന്നത്. ഒരുപാട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇല്ലാത്തതാണ്. ആകെ ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ ഇവർ വരുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ആ, ഒരു തിയറട്ടിക്കൽ രീതിയിൽ പോകുന്ന ഒരു മൊഡ്യൂളാണ് ലേസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ, ഇതിന്റെ MCQ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലെ. നോക്കേ, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് ലേസർ? ലേസറിന്റെ ഷോർട്ട് ഫോം ചോദിക്കുന്നത് നമുക്കറിയാം. ലേസർ അല്ലെ, ലേസർ ഇസ് ദ ഷോർട്ട് ഫോം ഓഫ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്പോണ്ടേനിയസ് emission ഓഫ് റേഡിയേഷൻ, ലൈറ്റ് ആപ്ലിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് emission ഓഫ് റേഡിയേഷൻ, ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ stimulated emission of radiation, and light absorption by spontaneous emission of radiation ആണ്. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു ഇതുണ്ട്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആട്ടോ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആണ്, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, നോക്കി ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എല്ലാവിടെയും നോക്കി അബ്സോർപ്ഷൻ ആംപ്ലിഫിക്കേഷൻ ആണ് വന്നേക്കുന്നത്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ട്. അതുപോലെ ലൈറ്റ് അബ്സോർപ്ഷൻ ബൈ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ട്, സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട് അല്ലെ. അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ലേസറിന്റെ മെയിൻ ആയിട്ട് നമുക്ക് ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ മെയിൻ ആയിട്ടുള്ള മൂന്ന് പ്രോസസ്സുകൾ ഉണ്ട്. എന്താണ്? ഒന്ന് അബ്സോർപ്ഷൻ നടക്കണം. ഫോട്ടോൺ വന്ന് നമ്മുടെ എനർജി ലെവൽസ് ഉണ്ടാകും. ഫോട്ടോൺ വീഴുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ള ആള് മുകളിലോട്ട് എന്താ പറയാ എക്സൈറ്റ് ചെയ്ത് പോകും. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എക്സൈറ്റ് ചെയ്ത ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? താഴോട്ട് വെറുതെ തന്നെ വരാൻ പറ്റും ബൈ ദ റിലീസ് ഓഫ് എ ഫോട്ടോൺ അല്ലെ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് വിളിക്കുന്നു. അല്ലാതെ മുകളിൽ നിൽക്കുന്ന ആളുടെ അടുത്ത് നമ്മൾ വേറൊരു ഫോട്ടോന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യാം? ഈ മുകളിൽ ഇരിക്കുന്ന ആൾ, ഹയർ സ്റ്റേജിൽ ഇരിക്കുന്ന ആളെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലേസർ ആക്ഷൻ എന്നുള്ള സംഭവം നടക്കും. മുകളിലോട്ട് പോകുന്നതും അബ്സോർപ്ഷൻ നടത്തുന്നു, എമിഷൻ നടത്തുന്നു. നമുക്ക് ഈ എമിഷൻ തന്നെ സ്പോണ്ടേനിയസ് ഉണ്ട്, സ്റ്റിമുലേറ്റഡ് ഉണ്ട്. അപ്പൊ ആ രണ്ട് വാക്കിലാണ് ലേസർ എന്നുള്ള രീതിയിലുള്ള ടേം വരുന്നത്. ലേസർ ആയിട്ടുള്ളത് ഹൈലി കൊഹിറന്റ് ആയിട്ടുള്ള യൂണിഡയറക്ഷണൽ ആയിട്ടുള്ള ലൈറ്റിനെ എമിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വരേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് അല്ലെ. സ്പോണ്ടേനിയസ് എമിഷൻ എപ്പോഴും ഇൻകൊഹിറന്റ് ആയിട്ടുള്ള ലൈറ്റിനാണ് തരിക. പക്ഷെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് എന്ത്? കൊഹിറന്റ് ആയിട്ടുള്ള ലൈറ്റിനെ തരിക. സോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ലേസർ ബീം ഇസ് മെയ്ഡ് ഓഫ് നോക്കി ഹൈലി കൊഹിറന്റ് ഇലക്ട്രോൺസ്, ഹൈലി കൊഹിറന്റ് ഫോട്ടോൺസ്, ഹൈലി കൊഹിറന്റ് ഫോണോൺസ്. നൺ ഓഫ് ദീസ് ആണ് പറഞ്ഞേക്കുന്നത്. ലേസർ ബീം എന്ന് പറയുമ്പോൾ ലേസർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലൈറ്റ് ആണ് അല്ലെ, ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തായിരിക്കും? ഫോട്ടോൺസ് ആണ് അല്ലെ, പാക്കറ്റ്സ് അല്ലേ. നമ്മൾ പാക്കറ്റ് ആയിട്ട് പറയുന്നത് ലൈറ്റ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നത് ഫോട്ടോൺസ് വിളിക്കുന്നത്. ഇറ്റ്സ് ഹൈലി കൊഹിറന്റ് ഫോട്ടോൺസ് ആണ്. ലേസർ ബീം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈലി കൊഹിറന്റ് ഫോട്ടോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. The lifetime of electron in a metastable metastable state is the order of എന്താ 10 raised to minus 9 second, 10 raised to minus 3 second, 10 second, 10 raised to 7 second എന്നാണ് പറയുന്നത്. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ ആറ്റം എന്ന് പറഞ്ഞാലും ഒക്കെയാണ് ലൈഫ് ടൈം ഓഫ് ദ ഇലക്ട്രോൺ ഇൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. നമുക്കറിയാം ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, എന്താണ് ഹയർ എനർജി സ്റ്റേറ്റ്, അപ്പർ സ്റ്റേറ്റ് ഉണ്ട് അല്ലെ. പൊതുവെ ആറ്റംസ് മുകളിലോട്ട് പോയി എക്സൈറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ അവർ എന്ത് ചെയ്യും? എന്താ പറയാ, അവർ മുകളിലോട്ട് അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അവർ എക്സൈറ്റേഷൻ എന്താ പറയാ എമിഷൻ സംഭവിക്കുന്നു. എമിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നോർമൽ കേസ് ആണ് എന്ന് പറയുന്നു. നോർമലി നമുക്ക് അങ്ങനെ ലൈറ്റ് വേണം. പക്ഷെ ലേസർ നടക്കണമെങ്കിൽ അവിടെ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് വേണം. എന്താണ്? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പൊതുവെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആറ്റംസിന്റെ എണ്ണമാണ് അപ്പർ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ. അപ്പൊ ലേസർ ആക്ഷൻ നടക്കൂല. അപ്പൊ ലേസർ ആക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഇടയിൽ ഒരു സ്റ്റേറ്റ് കൊണ്ടുവരും. ദാറ്റ് ഈസ് കോൾഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് കുറച്ചും കൂടി ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ, കുറച്ചും ടൈം എക്സിസ്റ്റ് ചെയ്യാൻ ചെയ്യും. അപ്പർ സ്റ്റേറ്റിനകത്ത് 10⁻⁻8 അല്ലെങ്കിൽ -8 അല്ലെങ്കിൽ 10⁻⁹ സെക്കൻഡ് മാത്രമേ ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ആറ്റത്തിന് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണെങ്കിൽ
അപ്രോക്സിമേറ്റ്ലി 10⁻³ സെക്കൻഡ് ആർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ആറ്റം അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ്, ഇപ്പൊ ഇലക്ട്രോണിന്റെ ടേംസിലെ പറഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചു നേരം കൂടെ അധികം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ലൈഫ് ടൈം എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ. അത് അപ്പൊ എന്ത് സംഭവം, ഈ ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷൻ കൂടി അല്ലെ, ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ ഈ പോപ്പുലേഷൻ കൂടി എന്നുള്ള അവസ്ഥയിലോട്ട് എത്തി, ലേസർ ആക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ ആയി തുടങ്ങി അല്ലെ. ഓക്കെ, അപ്പൊ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്താണ് 10⁻³ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, 10⁻³ സെക്കൻഡ്. അടുത്ത ദിവസം നോക്കിയാലോ. ഓക്കെ, ദ എനർജി സ്റ്റേറ്റ് ഓഫ് ആറ്റം ഈസ് സെഡ് ടു ബി മെറ്റാസ്റ്റേബിളിസ്റ്റിക് വെൻ ഇറ്റ് ഈസ് ഇൻ. ഓക്കെ, ആകെ വ്യത്യാസം 10⁻³ സെക്കൻഡ് ആണ് നമുക്കറിയാം. ലേസർ നടക്കണമെങ്കിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ 10⁻³ സെക്കൻഡ് എക്സിസ്റ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ ഇവരതിനെ എന്താ പറയാ, ആ ഒരു ഇതിന്റെ ടേംസിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലെ. ആ ഒരു 10⁻³ സെക്കൻഡ് പറഞ്ഞാൽ 1/1000 ആണ്. അതിൽ 0.001 സെക്കൻഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് അല്ലെ, 0.001 സെക്കൻഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് അടുത്ത ദിവസം നോക്കിയും ഇൻ പോപ്പുലേഷൻ ഇൻവേർഷൻ in the population inversion, the number of electrons in the higher energy state is more than the ground state. Number of electrons in lower energy state is more than higher energy state. Number of electrons in higher and lower energy state are same and none of the above എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പർ സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം അല്ലെങ്കിൽ അപ്പർ സ്റ്റേറ്റ് ആറ്റത്തിന്റെ എണ്ണം ആയിരിക്കും കൂടുതൽ ദാൻ ദി ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ആകണം നമുക്ക് എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി സ്റ്റേറ്റ് ഇസ് മോർ ദാൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കണം എന്നുള്ള ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ പറഞ്ഞാൽ ഇൻവേർട്ട്. നോർമലി ലോവർ എനർജി സ്റ്റേറ്റിൽ കൂടുതലും ഹയർ എനർജി സ്റ്റേറ്റിൽ വളരെ വലുതും ആയിരിക്കും. പക്ഷേ പോപ്പുലേഷൻ ഇൻവേർഷൻ, ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണം. പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ എനർജി സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ എണ്ണം ആയിരിക്കും ദാൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയാൻ സാധിക്കും അല്ലെ. പോപ്പുലേഷൻ ഇൻവേർഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെന്റ് പമ്പിംഗ് മെക്കാനിസം എന്നുള്ള സംഭവങ്ങൾ, പമ്പിംഗ് മെത്തേഡ്സ് അല്ലെ, ഡിഫറെന്റ് പമ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതെന്തിനാണ്? പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാലോ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേസർ ബീം ആർ ഹൈലി ഡയറക്ഷണൽ ആണ്, ഹൈലി ഇന്റൻസ് ആണ്, ഹൈലി മോണോക്രോമാറ്റിക് ആണ്, ഓൾ ഓഫ് ദം ആണ്. ഓക്കെ, യുണീക് പ്രോപ്പർട്ടി ഓഫ് ലേസർ ബീം, യുണീക്നെസ് ഏതാണ്? ലേസർ ബീമിന്റെ മാത്രമായിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഹൈലി എന്താ പറയാ, കൊഹിറന്റ് എന്നൊക്കെ പറയാൻ സാധിക്കും. നോർമൽ ലേസർ ബീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നതാണ്, ഹൈലി ഡയറക്ഷണൽ ആണ്, ശരിയാണ് അല്ലെ. ഹൈലി ഡയറക്ഷണൽ ആണ്, യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള ആളാണ്, മോണോക്രോമാറ്റിക് ആണ് അല്ലെ. ഒരുപാട് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരുപാട് വേവ് ലെങ്സ് ഒന്നുമില്ല, ജസ്റ്റ് സിംഗിൾ ഇതായിട്ടാണ്. ഹൈലി മോണോക്രോമാറ്റിക് റേഡിയേഷൻസ് ആണ്, ഇന്റൻസ് ബീം ആണ് അല്ലെ. നമുക്ക് നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ആളാണ് ഇത് ലേസർ ബീം എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാലോ. ദ എനർജി ഓഫ് ഫോട്ടോൺ ഇസ് ഈക്വൽ ടു, അത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എനർജി ഓഫ് ഫോട്ടോൺ എന്താണ്? എച്ച് ന്യൂ ആണ് അല്ലെ. എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ന്യൂ ആണ്. അപ്പൊ ന്യൂ ഇസ് ദി ഫ്രീക്വൻസി, എച്ച് ഇസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വിച്ച് ഹാസ് എ വാല്യൂ 6.626 × 10⁻³ എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? Which event is likely to take place when a photon of energy equal to the difference in energy between the two levels is incident in a system? എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. Which event is likely to take place when a photon of energy equal to the difference between energy levels is incident in a system? എന്താണ്? രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, ഈ എനർജി ലെവൽസ് ഡിഫറൻസിലുള്ള ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇൻസിഡന്റ് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഇവന്റ് ആണ് സംഭവിക്കുക? അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആളാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോകും, ശരിയാണല്ലോ. ആ അബ്സോർബ് ചെയ്ത ആൾ എന്ത് ചെയ്യും? ഒരു പ്രോസസ് പറഞ്ഞാൽ ഈ താഴോട്ട് വരുന്ന സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാം. അല്ലെങ്കിൽ എന്താ, ഒരു ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മുകളിലത്തെ ആൾക്കാർക്ക് താഴോട്ട് എന്ത് ചെയ്യുന്നു? എന്താണ്, രണ്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്തുകൊണ്ട് എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ അല്ല സ്റ്റിമുലേറ്റഡ് എമിഷനും പോസിബിൾ ആണ്.
സ്റ്റിമുലേറ്റഡ് എമിഷനും പോസിബിൾ ആണ്. അപ്പൊ നോക്കി രണ്ട് പ്രോസസ് പോസിബിൾ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഫോട്ടോൺ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്താണ് അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാം, അതുപോലെ തന്നെ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നുള്ള പ്രോസസ്സും നടക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഇതിനകത്ത് ഓക്കെ അബ്സോർപ്ഷൻ എമിഷൻ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ കേട്ടോ, അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ ആണ്. അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ, എമിഷനും പോസിബിൾ ആണ്, സ്റ്റിമുലേറ്റഡ് എമിഷനും പോസിബിൾ ആണ്, അബ്സോർബ് ഈ രണ്ട് പോസിബിലിറ്റിയും ഉണ്ട്. അല്ലാതെ സെപ്പറേറ്റ് അബ്സോർപ്ഷൻ നടക്കാം അല്ലെങ്കിൽ എന്താ എമിഷൻ നടക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ കണ്ടീഷൻ ഫോർ ദ പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് എന്താണ് കണ്ടീഷൻ ഫോർ പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, ഇതിനകത്ത് എക്സ്പ്രഷൻ കാണുമ്പോൾ ഡൗട്ട് തോന്നും. എന്നിവ ഞാൻ എഴുതാം. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അപ്പർ സ്റ്റേറ്റിൽ കൂടുതലാണ് ദാൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. സോ N2/N1 എന്ന് പറയുന്നത് e⁻² അല്ലെ മൈനസ് എന്താണ് E2 - E1/KT എന്നുള്ളത് കേട്ടോ. E2 - E1/KT മൈനസ് ഓഫ് E2 - E1/KT എന്നാണ് വരുന്നത് കേട്ടോ. N2/N1 is e⁻ minus of E2 - E1/KT. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following laser has highest efficiency? Ruby laser, semiconductor laser, helium neon laser, carbon dioxide laser. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ചില ലേസേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? റൂബി ലേസർ ഉണ്ട്, ഹീലിയം നിയോൺ ലേസർ ഉണ്ട് അല്ലെ, NdArG ഉണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, സെമി കണ്ടക്ടർ ലേസേഴ്സ് ഉണ്ട്, അങ്ങനെ ആർഗൺ ലേസർ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ലേസറിനകത്ത് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ലേസർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി എല്ലാ ലേസേഴ്സിനും വെച്ച് സെമി കണ്ടക്ടർ ലേസർ അല്ലെങ്കിൽ നമ്മൾ ഡയോഡ് ലേസർ എന്നും പറയാറുണ്ട് കേട്ടോ. ഡയോഡ് ഓപ്ഷൻ ചിലപ്പോൾ ഡയോഡ് ലേസർ ആണെന്നാണെങ്കിലോ ഡയോഡ് ലേസർ ആണെങ്കിലും ഹൈലി എഫിഷ്യന്റ് ആണ് കേട്ടോ. ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ റൂബി ലേസറിനാണ്, സോറി സെമി കണ്ടക്ടർ ഡയോഡ് ലേസറിനാണ് എന്ത് ഹൈലി എഫിഷ്യന്റ് ആണ്. കമ്പാരിറ്റീവ്ലി എന്താണ് ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ലേസർ ഡയോഡ് ലേസർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ലേസർ ആണ്. അപ്പൊ ജസ്റ്റ് എന്താ ഓരോ ലേസേഴ്സിനെ കുറിച്ച്, ഈ 4 ലേസേഴ്സിനെ കുറിച്ച് ഓടിച്ച് പറഞ്ഞു പോവാം. റൂബി ലേസർ അല്ലെ ഫസ്റ്റ് ലേസർ ആണ് അല്ലെ. റൂബി ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ലേസർ ആണ് അല്ലെ, ഫസ്റ്റ് ലേസർ ആണ്. മെയ്മാൻ എന്നുള്ള ആള് അല്ലെ, മെയ്മാൻ ഇൻ 1960 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇതാണ്. ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണല്ലോ, ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. റൂബി ലേസർ ഇസ് എ 3 ലെവൽ ലേസർ ആണ് അല്ലെ. റൂബി ലേസർ എന്ന് പറഞ്ഞാൽ ഒരു 3 ലെവൽ ലേസർ ആണ്. റൂബി എന്ന് പറയുന്ന സമയത്ത് അത് ക്രിസ്റ്റലൈൻ അല്ലെ, അതിനകത്തുള്ള അതായത് റൂബിക്കകത്ത് എന്താണ് സംഭവം, അലൂമിനിയം ഓക്സൈഡ് എന്താണ് അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് എന്താണ് ഡോപ്ഡ് വിത്ത് ക്രോമിയം ഓക്സൈഡ് അല്ലെ, ക്രോമിയം ഓക്സൈഡ്. അപ്പൊ അലൂമിനിയം ഓക്സൈഡ് വിച്ച് ഡോപ്ഡ് വിത്ത് ക്രോമിയം ഓക്സൈഡ് ആണ് അല്ലെ. നമുക്കിത് പൾസർ ഔട്ട്പുട്ട് ആണ് കിട്ടുക. റൂബി ലേസർ എന്ന് പറയുമ്പോൾ പൾസർ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി എഫിഷ്യൻസി കുറവായിട്ടുള്ള ഒരാളാണ് ഇത് റൂബി ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഹീലിയം നിയോൺ ലേസർ എന്ന് പറയാം. ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഫസ്റ്റ് ഗ്യാസ് ലേസർ ആണ്. ഹീലിയം നിയോൺ ലേസർ അലി ജവാൻ എന്നുള്ള ആളാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അലി ജവാൻ എന്നുള്ള ആളാണുള്ളത്. ആൻഡ് എന്താണ് 4 ലെവൽ ലേസേഴ്സ് ആണ്. അതൊരു ഗ്യാസ് ലേസർ ആണ് അല്ലെ, ഗ്യാസ് ലേസർ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കണ്ടിന്യൂസ് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. ആൻഡ് ഹീലിയം നിയോൺ എന്ന് പറയുന്നത് ഹീലിയം ആൻഡ് ഈസ്റ്റ് നിയോൺ എന്ന് പറയുന്നത് എന്ത് റേഷ്യോ 10:1 എന്നുള്ള റേഷ്യോയിലായിരിക്കണം ഉണ്ടാകുന്നത് കേട്ടോ. ഹീലിയം ആൻഡ് നിയോൺ എന്ന് പറയുന്നത് ഈസ് ദ റേഷ്യോ ഓഫ് 10:1 എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഇതിനകത്ത് ലേസിംഗ് ആറ്റം ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിയോൺ ആണ് മെയിൻ ആയിട്ട് ഇതിലത്തെ ലേസിംഗ് ആറ്റം ആയിട്ട് നിയോൺ ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ റൂബിയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 693.4 നാനോമീറ്റർ ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു 632.2 നാനോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഏതാണ് നമുക്ക് പറഞ്ഞു ഹീലിയം നിയോൺ ലേസർ ആയി. പിന്നെ അടുത്തത് സെമി കണ്ടക്ടർ ലേസർ അല്ലെ. സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ലേസർ ആണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അല്ലെ. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡ്സ് വെച്ചിട്ട് അല്ലെ, PN ജംഗ്ഷൻ വെച്ചിട്ടാക്കിയാണ്. ജോൺ H ഹാൾ ആണ്. ജോൺ H
ജോൺ എൽ ഹോൾ ആണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ ലേസർ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഇതിനകത്തുള്ള ആക്റ്റീവ് മീഡിയം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗാലിയം ആർസെനൈഡ് ആണ്. ഗാലിയം ആർസെനൈഡ് ആണ് ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ വളരെ വലിയ എഫിഷ്യൻസി കൂടുതൽ ആളാണ്. ഹൈലി എഫിഷ്യന്റ് ആണ് കേട്ടോ. ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ആള്. ഹൈലി എഫിഷ്യന്റ് ആണ്. ഏകദേശം എന്താ 600 അല്ലെ 600 മൈക്രോമീറ്റർ വരെയാണ് എന്ത് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. 600 നാനോമീറ്റർ ആണ് വരുന്നത്. അല്ലെങ്കിൽ 1.6 അതായത് അതായത് ഇൻഫ്രാറെഡിന്റെ അടുത്ത് 600 ടു നമ്മൾ 1.6 വരെ പറയാറുണ്ട്. അതായത് 600 നാനോമീറ്റർ തൊട്ട് എന്താണ് 1.6 മൈക്രോമീറ്റർ വരെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഹൈലി എന്താ പറയാ ഇന്റൻസ് ആയിട്ടുള്ള ഹൈലി ഇന്റൻസ് അല്ല, ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത്. സെമി കണ്ടക്ടർ ഗാലിയം ആർസെനൈഡ് ആണ് അതിന്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഗാലിയം ആർസെനൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണെങ്കിലോ? കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആണെങ്കിൽ എന്താണ്? കുമാർ പട്ടേൽ എന്നുള്ള ആളാണ്. കുമാർ പട്ടേൽ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് അത്? ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, ഹീലിയം ഉണ്ട്, നൈട്രജൻ ഉണ്ട് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ഹീലിയം നൈട്രജൻ എന്നുള്ള 2 ആൾക്കാരും കൂടി ഉണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്താ പറയാ അത് ആക്റ്റീവ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജൻ അല്ലെങ്കിൽ നൈട്രജൻ ഹീലിയം ആണ് എന്താ ആക്റ്റീവ് മീഡിയം. ഇതാണ് ആക്റ്റീവ് മീഡിയം ആയിട്ട് വരുന്നത് കേട്ടോ. ആക്റ്റീവ് മീഡിയം വേവ് ലെങ്ത് ഏകദേശം 1060 ആൻസ്ട്രം ആണ് വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് അല്ലെങ്കിൽ പൾസ്ഡ് ലേസർ സംഭവിക്കാൻ പറ്റുന്നതാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ എന്ന് പറയുന്നത് നമുക്ക്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഇപ്പൊ നമ്മൾ അപ്പൊ 4 ലേസർ ആയല്ലോ. അപ്പൊ റൂബി ആയി, ഹീലിയം ആണ്, സെമി കണ്ടക്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ആയി. മനസ്സിലായല്ലോ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. അടുത്ത ദിവസം നോക്കാം. എന്താണ് ദ മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഇൻ ഹീലിയം നിയോൺ ലേസർ. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട് അല്ലെ. പോപ്പുലേഷൻ ഇൻവേർഷൻ അല്ലെ നടക്കണമെങ്കിൽ ഡിഫറെന്റ് പമ്പിംഗ് മെക്കാനിസം ഉണ്ട് അല്ലെ. പമ്പിംഗ് മെക്കാനിസത്തിൽ 4 ടൈപ്പ് ഓഫ് പമ്പിംഗ് മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് പറയുന്നത്. ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റിന്റെ ഹെൽപ്പ്, ശരിക്കും പറഞ്ഞാൽ പമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതോ നിന്റെ ഹെൽപ്പിൽ ആൾക്കാരെല്ലാം കൂടി മുകളിലോട്ട് പോകുന്നു. അതാ സംഭവം. അത് ആറ്റംസ് എല്ലാം എക്സൈറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹയർ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ, ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മള് ഇതാവുന്നു. അപ്പൊ ലൈറ്റ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റൂബി ലേസറിലാണെങ്കിൽ നമ്മൾ സെനോൺ ഫ്ലാഷ് ലാമ്പ് യൂസ് ചെയ്യുന്ന പോലെ കേട്ടോ. അപ്പൊ ഇന്റൻസിറ്റി കൂടിയ ഒരു ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ഇൻ ദീസ് മെറ്റീരിയൽ ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ത്രൂ ദി മെറ്റീരിയൽ എന്നുള്ള ഒപ്റ്റിക്കൽ പമ്പിംഗ് മനസ്സിലായി. അതായത് ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ത്രൂ ദി മെറ്റീരിയൽ ആണ് പറയാം. കറന്റ് ഫ്ലോ ഇങ്ങനത്തെ ഈ മെറ്റീരിയൽസിൽ എന്താ പറയാ ഈ പറഞ്ഞ ഇലക്ട്രോൺസ് എല്ലാം മുകളിലോട്ട് എക്സൈറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം നിർബന്ധം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറയാൻ സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്? സെനോൺ ഫ്ലാഷ് ലാമ്പ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം സെനോൺ ഫ്ലാഷ് ലാമ്പ് ഏതിൽ യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ റൂബി ലേസർ എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് വരുന്നത്. അല്ലെങ്കിൽ എൻ ഡി യാഗ് ലേസർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്, ഇത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്നുള്ള മെത്തേഡ് ഉണ്ടല്ലേ. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്നുള്ള മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു ആൾക്കാരെ. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് യൂസ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. പൊതുവെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നമ്മൾ ഗ്യാസ് ലേസേഴ്സിലാണ് കൊടുക്കുന്നത്. സോ ഹീലിയം നിയോൺ ലേസർ ഉണ്ട്. നമ്മുടെ ആർഗൺ ലേസറിലൊക്കെ എന്തുണ്ട്? നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് എന്താ? കെമിക്കൽ പമ്പിംഗ് ആണ് അല്ലെ. കെമിക്കൽ പമ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇതാണ് കെമിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഒരു കെമിക്കൽ സോൾവെന്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ആൾക്കാരെല്ലാം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. അത് കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കൊണ്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് ഓൾ ഗ്യാസ് പേസ്റ്റ് ആയിട്ട് ഒരു പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഗ്യാസ് ഫേസ് അയഡിൻ
ലേസർ, ഓൾ ഗ്യാസ് ഫേസ് അയഡിൻ ലേസർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡ്യൂട്ടേരിയം ഫ്ലൂറൈഡ് ലേസർ ഉണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രോജൻ ഫ്ലൂറൈഡ് ലേസർ ഒക്കെ എന്തിനാ നമ്മുടെ എക്സാമ്പിൾ ആണ്, ഈ പറഞ്ഞ കെമിക്കൽ പമ്പിങ്ങിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് കൺവേർഷൻ. ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് ഡയറക്റ്റ് കൺവേർഷൻ നടക്കുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ലേസറിനകത്തും നമ്മുടെ സെമി കണ്ടക്ടർ ലേസറിനകത്താണ് ഡയറക്റ്റ് കൺവേർഷൻ. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ പമ്പിങ് നടക്കുന്ന റൂബി എൻഡിയാഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുന്ന ഹീലിയം നിയോൺ ആർഗൺ പോലുള്ള ഗ്യാസ് ലേസേഴ്സ്. കെമിക്കൽ പമ്പിങ് നമ്മുടെ ഡ്യൂട്ടേറിയം ഫ്ലൂറൈഡ് ലേസർ, അല്ലെങ്കിൽ ഹൈഡ്രോജൻ ഫ്ലൂറൈഡ് ലേസർ, അല്ലെങ്കിൽ എന്താ പറയാ ഓൾ ഗ്യാസ് ഫേസ് അയഡിൻ ലേസർ ഉണ്ട്. പിന്നെ ഡയറക്റ്റ് കൺവേർഷൻ ആയിട്ട് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, മെത്തേഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഇൻ ദ ഹീലിയം നിയോൺ ലേസർ ഏതാണ് നമ്മുടെ മോളിക്കുലർ കൊലീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. മോളിക്കുലർ കൊലീഷൻ എന്നുള്ള ഓപ്ഷൻ, അതിന്റെ നമുക്ക് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. മോളിക്കുലർ കൊലീഷൻ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കൺവേർഷൻ അല്ല, എന്താണ് ഒപ്റ്റിക്കൽ പമ്പിങ്ങിലെ ഇലക്ട്രോൺ ഇമ്പാക്ട് അല്ല, മോളിക്കുലർ കൊലീഷൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം കേട്ടോ. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മോളിക്കുലർ കൊലീഷൻ എന്നുള്ള ഓപ്ഷൻ കണ്ടിട്ടുണ്ട്. മോളിക്കുലർ കൊലീഷൻ വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോളിക്കുലർ കൊലീഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മോളിക്കുലർ കൊലീഷൻ കൊടുക്കുക കേട്ടോ. മോളിക്കുലർ കൊലീഷൻ ആണ് അടുത്തത്. ഫസ്റ്റ് ലേസർ അല്ലെ. ഫസ്റ്റ് ലേസർ വാസ് ഇൻവെന്റഡ് ഇൻ മെയ് 1960 ബൈ ആരാണ്, മെയ്മാൻ ആണ് കേട്ടോ. TH മെയ്മാൻ ആണ് ഫസ്റ്റ് ലേസർ. ഏത് ഫസ്റ്റ് ലേസർ, നമ്മുടെ റൂബി ലേസർ ആണ് അല്ലെ. റൂബി ലേസർ ആണ് എന്താ ഫസ്റ്റ് ലേസർ എന്ന് പറയുന്നത് അല്ലെ. റൂബി ലേസർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്, 3 ലെവൽ ലേസർ ആണ്, ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ് അതിന്റെ ഒപ്റ്റിക്കൽ മെക്കാനിസം. പൾസ് ലേസർ ആണ്, ഏകദേശം 693.4 നാനോമീറ്റർ ഓഫ് വേവ് ലെങ്ത് ഉള്ളതാണ്. മനസ്സിലായി റൂബി ലേസർ എന്ന് പറയുന്നത്. അലൂമിനിയം ഓക്സൈഡ് ഡോപ്ഡ് വിത്ത് ക്രോമിയം അയൺസ് അല്ലെ. ക്രോമിയം ഓക്സൈഡ് വെച്ചിട്ട് അലൂമിനിയം ഓക്സൈഡിനെ ക്രോമിയം ഓക്സൈഡ് വെച്ച് ഡോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. എഫിഷ്യൻസി കുറവായിട്ടുള്ള ഒരാളാണ് എന്ത് പറയാ, റൂബി ലേസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ, when atom is exposed to radiation having a stream of photon each with energy h2, the following process can take place. എന്താണ്, when atom is exposed to radiation having stream of photons, നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യമാണ്. നമ്മൾ ആറ്റത്തിനെ കുറെ ഫോട്ടോൺസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, എക്സൈറ്റ് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യിപ്പിച്ചു. കുറെ ഫോട്ടോൺസിനെ വെച്ചിട്ട് നമ്മൾ ആറ്റത്തിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സ് പോസിബിൾ ആണ് എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറഞ്ഞു അല്ലെ, ഫോട്ടോൺസിന്റെ ഹെൽപ്പില് എന്ത് ചെയ്തു, നമുക്ക് 3 പ്രോസസ് ആണ് മെയിൻ ആയിട്ട് പറയാറുള്ളത് അല്ലെ. 3 പ്രോസസ് ഏതൊക്കെയാണ്, അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്, നോർമൽ ടെമ്പറേച്ചറിൽ എല്ലാ ആറ്റംസും എന്താണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അപ്പൊ H2 എനർജി ഉള്ള ഫോട്ടോൺ വന്ന് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ മോളിക്യൂൾസ് എന്തെയും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആൾക്കാർ എന്തെയും അബ്സോർബ് ചെയ്തുകൊണ്ട് ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അബ്സോർബ് ചെയ്ത് പോയിരിക്കുന്ന ഒരാൾ എന്ത് സംഭവിക്കും, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്പോണ്ടേനിയസ്ലി ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് വരും. എക്സ്റ്റേണൽ ഏജൻസിന് ആവശ്യം ഇല്ല. മൂന്നാമത്തെ പ്രോസസ് എന്താണ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ നമ്മുടെ ഈ പറഞ്ഞ ഫോട്ടോണായിട്ട് എഗെയിൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് താഴോട്ട് വരും. അപ്പൊ നോക്കി ഇതിനകത്ത് ഓപ്ഷൻ അത് അബ്സോർപ്ഷൻ ഉണ്ട്, സ്പോണ്ടേനിയസ് എമിഷൻ ഉണ്ട്, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ട്, ഓൾ ഓഫ് ദം ഉണ്ട്. ശരിക്കും ഓൾ ഓഫ് ദം അല്ലേ സംഭവിക്കുന്നത്, അബ്സോർബ് ചെയ്യുന്ന ഒരാള് റേഡിയേഷൻസ് H2 വന്നുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ഒരാൾ മാത്രമേ സ്പോണ്ടേനിയസ് എമിഷൻ നടത്തുള്ളൂ. ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം, ഫോട്ടോൺസ് വേണം. ഓപ്ഷൻ എന്താണ്, ഓൾ ഓഫ് ദം എന്ന് പറയാൻ സാധിക്കും. എല്ലാ ഓപ്ഷൻസും പോസിബിൾ ആണ് അല്ലെ. ലൈറ്റ് വന്ന് വീഴും, ഫോട്ടോൺസ് വന്ന് വീഴുമ്പോൾ എല്ലാ ഓപ്ഷൻസും പോസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, an atom or molecule in the ground state of energy E1 can absorb a photon of energy H2 and go to higher energy state E2. Then the process is known as, okay, atom or molecule in the ground state of energy E1 can absorb a photon of energy H2. H2 എന്നുള്ള photon absorb ചെയ്തു and they go to a higher energy state E2. This process is known as, okay, in the process ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആള് ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന പ്രോസസ് എന്താ വിളിക്കുന്നത്,
സ്റ്റിമുലേറ്റഡ് റേഡിയേഷൻ, സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, സ്പോണ്ടേനിയസ് അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അബ്സോർബ് ചെയ്ത് പോകുന്നതാണ് അല്ലെ? അല്ലെ, അതല്ലേ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഫോട്ടോൺസ് തനി മുകളിലോട്ട് പോവല്ലോ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ സ്റ്റിമുലേറ്റഡ് അബ്സോർപ്ഷൻ എന്നുള്ള ഓപ്ഷനിലാണ് കുറച്ചും കൂടെ ആക്ട് കേട്ടോ. ഒരു അബ്സോർപ്ഷൻ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആണ്. അടുത്ത നോക്കിയേ, in spontaneous emission, the atoms or molecules in the higher energy state E2 eventually return to the ground state E1 by emitting their excess energy spontaneously. The rate of spontaneous emission is directly proportional to population of energy E2, directly proportional to population energy of E1, inversely proportional to population energy E2, none of the above എന്നാണ് പറയാൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കി, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നു എന്നാണ് പറയാം അല്ലെ. ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്ത് സംഭവിക്കുന്നു? ആറ്റം അല്ലെ, സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അപ്പർ സ്റ്റേറ്റിലുള്ള ആളിൽ നിന്ന് താഴോട്ട് അല്ലെ ഒരു Hν ഇലക്ട്രോൺ അല്ലെ, Hν ഫോട്ടോൺ എമിറ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് വരുന്നു അല്ലെ. കമ്മിറ്റാണ് അല്ലെ, എക്സസ് എനർജിയാണ് അവര് എന്തെങ്കിലും ഒരു ഫോട്ടോൺ ആയിട്ട് എമിറ്റ് ചെയ്യുന്നത്. ആ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ആണ് ചോദിച്ചത്. റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പോപ്പുലേഷൻ എനർജി ഓഫ് E2. ഒന്ന് ആലോചിച്ചേ, ഈ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ എത്ര ആൾക്കാർ മുകളിൽ ഇരിക്കുന്നു എന്നനുസരിച്ചല്ലേ ഉണ്ടാവുക അല്ലെ. എത്ര ആൾക്കാർ ഹയർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുന്നു അനുസരിച്ചായിരിക്കും എത്രത്തോളം സ്പോണ്ടേനിയസ് എമിഷൻ നടക്കുന്നു എന്ന് പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, ദ പോപ്പുലേഷൻ ഓഫ് എനർജി ലെവൽ E2. ഇത് E1 ആണ്, ഇത് E2 ആണെങ്കിൽ E2 എനർജി സ്റ്റേറ്റിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചാണ് എന്താ ആ റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്ന പോസിബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്റ്റിമുലേറ്റഡ് എമിഷൻ the photon having energy E equal to the difference in energy levels E2 and E1 stimulate an atom in higher state to make a transition to. സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കേസാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ എനർജി ഡിഫറൻസ് അല്ലെ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന പ്രോസസ്. ആ ഒരു ട്രാൻസിഷൻ എങ്ങോട്ടെന്നാണ്? ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസിഷൻ ആണ് എന്നാണ് നോക്കിയേ. ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് ടു lower energy state with the creation of second photon, metastable state with the creation of second photon, and എന്താണ് higher energy state with the creation of two photon, none of the above എന്നാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ പറഞ്ഞാൽ അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലോട്ട് അല്ലെ, അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലോട്ട് എമിഷൻ നടക്കുന്നു അല്ലെ. എമിഷൻ നടക്കുന്ന സമയത്ത് ലോവർ എനർജി സ്റ്റേറ്റിൽ എമിഷൻ നടക്കണം, എന്നാൽ മാത്രമേ അവിടെ ക്രിയേഷൻ ഓഫ് എ സെക്കൻഡ് ഫോട്ടോൺ നടക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ള ആൾ എന്ത് ചെയ്യുന്നു? മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ചാടും, പക്ഷെ അത് നോൺ റേഡിയേറ്റീവ് ആണ്. അവിടെ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്യുമ്പോഴാണ് എന്താണ് റേഡിയേറ്റീവ് വരിക. റേഡിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഫോട്ടോൺസ് റിലീസ് ആവുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് അപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ ബൈ ക്രിയേഷൻ ഓഫ് സെക്കൻഡ് ഫോട്ടോൺ. രണ്ടാമതൊരു ഫോട്ടോൺ, അതായത് വരുന്ന ഒരു ഫോട്ടോൺ Hν എന്നുള്ള ഫോട്ടോൺ വെച്ച് DXIT ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? Hν എന്നുള്ള വേറെ ഫോട്ടോൺ ഉണ്ട്. അപ്പൊ രണ്ട് ഫോട്ടോൺ ആണ് ഇൻ ടോട്ടൽ ഉണ്ടാവുന്നത് വിത്ത് ക്രിയേഷൻ ഓഫ് സെക്കൻഡ് ഫോട്ടോൺ. ലോവർ എനർജി സ്റ്റേറ്റിലോട്ടാണ് വിത്ത് ക്രിയേഷൻ ഓഫ് സെക്കൻഡ് ഫോട്ടോൺ. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് ചാടുന്നുണ്ട്, പക്ഷെ അവിടെ ഫോട്ടോൺ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലോട്ട് നോൺ റേഡിയേറ്റീവ് ആയിട്ടാണ് ചാടുന്നത്. അവിടെ താഴോട്ട് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് റേഡിയേറ്റീവ് ആയിട്ട് മാറുന്നത് കേട്ടോ. അടുത്ത, the rate of spontaneous emission depends upon the number of atoms in the. Okay, the rate of spontaneous emission depends upon the number of atoms in the ground state, excited state, metastable state, none of the. നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അല്ലെ, റേറ്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ എന്താണ്? ഡിപ്പെൻസ് അപ്പോൺ ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി excited ആറ്റത്തിന്റെ നമ്പർ ഓഫ് ആറ്റത്തിനനുസരിച്ച് സ്പോണ്ടേനിയസ് എമിഷൻ. The rate of stimulated emission depends both on energy of external photon and on the number of atoms in the excited state. The energy of external photon and number of atoms in the ground state. The energy of external photon and on the number of atoms in the metastable state. None of the above ആണ്. Okay, എന്താണ് റേറ്റ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വിത്ത് ഹെൽപ്പ് ഓഫ് എ ഫോട്ടോൺ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും ഒരു ഫോട്ടോൺ എങ്ങനെ എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ആസ് എ റിസൾട്ട് രണ്ട് ഫോട്ടോൺ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ അതിന്റെ റേറ്റ് എന്ന് പറയുന്നതാണ്
വരുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ, സ്വാഭാവികമായിട്ട് വരുന്ന ആളുടെ ഫോട്ടോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെ. വരുന്ന ആളുടെ ആ ഒരു ഫോട്ടോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല എന്താണ്, എത്ര ആൾക്കാർ മുകളിൽ ഇരിക്കുന്നു അല്ലെ, എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നു എന്നുള്ളതും ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, മുകളിലത്തെ ആൾക്കാരുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. കാരണം ഒരു ഫോട്ടോൺ വന്ന് ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ താഴോട്ട് ഇറങ്ങിപ്പോകും. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഫോട്ടോൺ വന്ന് ഇടിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ. ഫോട്ടോൺ വന്ന് ഇടിച്ചാൽ മാത്രമേ സ്റ്റിമുലേറ്റഡ് ആയ എമിഷൻ വരുന്ന ആളുടെ എനർജിയും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വരാനുള്ള എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ എനർജി ഓഫ് ദി എക്സ്റ്റേണൽ ഫോട്ടോൺ ആൻഡ് ഓൺ ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി എക്സൈറ്റഡ് സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, the spontaneous emission produces coherent light, incoherent light, white light, none of the above എന്നാണ്. ഓക്കെ, ഒരു എന്താ പറയാ, സ്പോണ്ടേനിയസ് എമിഷൻ ആണെങ്കിൽ, ഓക്കെ, സ്പോണ്ടേനിയസ് എമിഷൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻകോഹറന്റ് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ആലോചിക്കുക, നമ്മൾ ലേസർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എടുത്ത് പറയുന്നത്. ചുമ്മാ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നല്ല. എങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്താലും എന്ത് സംഭവിക്കില്ല, ലേസർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ലേസർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ തന്നെ വേണ്ടുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടെങ്കിൽ ഹൈലി കൊഹിറന്റ് ആയിട്ടുള്ള ലേസർ ബീം ഫോം ചെയ്യും അല്ലെ, കൊഹിറന്റ് ലേസർ ഫോം ചെയ്യും. പക്ഷെ എന്താണ്, സ്പോണ്ടേനിയസ് ആണെങ്കിൽ നമുക്ക് എന്താ, ഇൻകോഹിറന്റ് ആയിട്ടുള്ള ലൈറ്റ് ആണുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the material in which the population inversion can take place is called active medium, passive medium, gaseous medium, vapor medium അല്ലെ. നമുക്ക് ഈ പറഞ്ഞ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് അല്ലെ. നമുക്ക് ലേസറിനകത്ത് എന്താ പറയാ, ഈ ഒരു മീഡിയം ഉണ്ട് വിത്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ കേപ്പബിൾ ഫോർ ആംപ്ലിഫിക്കേഷൻ. മനസ്സിലായോ? അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്, ആക്റ്റീവ് മീഡിയം ഉണ്ട് അല്ലെ. ആക്റ്റീവ് മീഡിയം എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ആക്റ്റീവ് മീഡിയം ആണ്. പോപ്പുലേഷൻ ഇൻവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത്. അടുത്ത, in case of population inversion, the number of atoms is more in higher energy state than lower energy state, more in lower energy state than in metastable state, equal in lower energy state lower energy state and higher energy state, none of them. Population inversion ഉണ്ടെങ്കിൽ നോക്കിയേ, number of atoms എന്താണ്, in the upper state is greater than number of atoms in the lower energy state അല്ലെ. അങ്ങനെ അതിൽ പോപ്പുലേഷൻ നോർമലി അറ്റ് നോർമൽ ടെമ്പറേച്ചർ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ ദാൻ ദി ഹയർ എനർജി സ്റ്റേറ്റ്. പക്ഷേ സ്പോണ്ടേനിയസ് എമിഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലേസർ ആക്ഷൻ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ള പ്രോസസ് എന്താണ്, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി അപ്പർ എനർജി സ്റ്റേറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, more in higher energy state than the lower energy state. Understand? The process of raising the atoms from the lower energy state to higher to create population inversion is called. എന്താണ്, the process of raising the atoms from a lower energy state to higher to create a population inversion. Okay, exothermic reaction, endothermic reaction, pumping, none of them. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പമ്പിങ് അല്ലെ. പമ്പിങ് എന്ന് പറയുന്നത് നമുക്ക് 2-4 പമ്പിങ് പറഞ്ഞു. ഏതാണ്, ഒപ്റ്റിക്കൽ പമ്പിങ്, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്, കെമിക്കൽ പമ്പിങ്, ഡയറക്ട് കൺവേർഷൻ. ഒപ്റ്റിക്കൽ പമ്പിങ്ങിന് എക്സാമ്പിൾ ആണ് റൂബി ലേസർ, എൻഡിആർ ലേസർ. ഇലക്ട്രിക് ഡിസ്ചാർജ് ഈക്വൽ ഹീലിയം നിയോൺ ആർഗൺ ലേസർ. കെമിക്കൽ പമ്പിങ്ങിന് എക്സാമ്പിൾ ആണ് ഹോട്ട് ഗ്യാസ് പേസ്റ്റ് അനലൈസർ, ഡ്യൂട്ടേറിയം ഫ്ലൂറൈഡ് ലേസർ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലേസർ. ഡയറക്ട് കൺവേർഷൻ എക്സാമ്പിൾ ആണ് സെമി കണ്ടക്ടറും കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് പമ്പിങ് mechanism. അടുത്ത ക്വസ്റ്റ്യൻ, in case of an optical pumping, an external optical source like xenon flash lamp is employed to produce. ഒപ്റ്റിക്കൽ പമ്പിങ്ങിൽ എന്തിനാണ് നമ്മൾ xenon flash lamp യൂസ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ, ശരി, ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തിനാണ് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നത്? എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നേക്കാൾ എന്താണ്, അപ്പർ സ്റ്റേറ്റ് എനർജി ലെവലിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കിയേ, എന്തായിരിക്കും വരിക ഓപ്ഷൻസ് ഒക്കെ? ലോ പോപ്പുലേഷൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണോ? ലോ പോപ്പുലേഷൻ ആക്കാനാണ്? അല്ല. ലോ പോപ്പുലേഷൻ ഇൻ ഹയർ എനർജി ലെവൽ ഓഫ് ലേസ്, ലോ പോപ്പുലേഷൻ ഹയർ എനർജി ലെവൽ ആക്കാനോ? അല്ല. ഹയർ പോപ്പുലേഷൻ ഇൻ ലോവർ എനർജി സ്റ്റേറ്റ് ആണോ? അല്ല. ലോവർ എനർജി സ്റ്റേറ്റ് ഹൈ പോപ്പുലേഷൻ ആക്കാനാണോ? അല്ല. ഹൈ പോപ്പുലേഷൻ
ഹയർ എനർജി ലെവൽ ഓഫ് ദ മീഡിയം. കറക്റ്റ് ആണ് അല്ലെ? ഹയർ എനർജി ലെവലിൽ ഹൈ പോപ്പുലേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, optical pumping is suitable for any medium which is transparent to light, not transparent to light, metallic, none of them. ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് മീഡിയത്തിനാണ് പോസിബിൾ നല്ല ഓക്കെ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള അത് ലൈറ്റ് തന്നെ കടന്നു പോകാൻ പറ്റണം. ട്രാൻസ്പാരന്റ് ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒപ്റ്റിക്കൽ പമ്പിങ് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, electrical pumping is used for some medium which cannot conduct electricity, affecting the laser action. Electrical pumping is used for some medium which can conduct electricity, affecting the laser activity, without affecting the laser activity, without affecting the excited energy state, none of the above. എന്താണ് ഇലക്ട്രിക്കൽ പമ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മള് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതല്ല ഇലക്ട്രിക്കൽ പമ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇലക്ട്രിസിറ്റി എന്ത് സംഭവിക്കില്ല, ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ലേസർ ആക്ടിവിറ്റി, യാതൊരു തരത്തിലും എഫക്ട് ചെയ്യാത്ത രീതിയിലാണ് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. മീഡിയം വിച്ച് ക്യാൻ കണ്ടക്ട് electricity without affecting the laser activity. Question. In a semiconductor laser, electrical energy is converted into direct ആയിട്ട് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, സെമികണ്ടക്ടർ ലേസറിലെ ഇലക്ട്രിക്കൽ എനർജി is converted into light energy ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത ദിവസം നോക്കി, ഒപ്റ്റിക്കൽ റെസനേറ്റർ അല്ലെ, ഒപ്റ്റിക്കൽ റെസനേറ്റർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ അല്ലെ. ഒപ്റ്റിക്കൽ റെസനേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതല്ലേ നമ്മുടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു ആക്റ്റീവ് മീഡിയം വെക്കുന്നുണ്ട്. ആ ആക്റ്റീവ് മീഡിയത്തിന് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ആക്റ്റീവ് മീഡിയം ഉണ്ട് അല്ലെ, ആക്റ്റീവ് മീഡിയത്തിന് രണ്ട് എന്താ പറയാ പെയർസ് ഓഫ് മിറേഴ്സിന്റെ ഇടയിൽ വെക്കുന്നുണ്ട്. കാരണം എന്താ, ഈ ആക്റ്റീവ് മീഡിയത്തിൽ നമുക്ക് ഈ ഫോട്ടോൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യിച്ച് കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാക്കി കൂടുതൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, എന്താ പറയാ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇങ്ങനെ ഒരു സിസ്റ്റത്തിനാണ് വിളിക്കുന്നത് ആക്റ്റീവ് മീഡിയം. രണ്ട് മിറേഴ്സ് ഇടയിൽ വെച്ച് ആ ഒരു മീഡിയത്തിനാണ് നമ്മൾ വിളിക്കുക ഒപ്റ്റിക്കൽ റെസനേറ്റർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഒപ്റ്റിക്കൽ റെസനേറ്റർ കാരണം എക്സൈറ്റ് ചെയ്തിട്ട് മുകളിൽ ആറ്റംസ് മുകളിലോട്ട് പോയി മുകളിൽ താഴോട്ട് വരുന്നു, ഫോട്ടോൺ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ആ ഫോട്ടോൺ വെച്ചുകൊണ്ട് അടുത്ത് നമുക്ക് വേണമെങ്കിൽ ലേസർ ആക്ഷൻ പിന്നെയും നമുക്ക് നടത്താം അല്ലെ. പിന്നെയും വേണമെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആൾക്കാരെ മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ എത്രത്തോളം ഫോട്ടോൺസ് വരുന്നു അത്രത്തോളം മുകളിലോട്ട് ആൾക്കാർ പോകും, അത്രത്തോളം ആൾക്കാർ ഇറങ്ങി വരും അല്ലെ. പിന്നെയും പിന്നെ ഫോട്ടോൺസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഫോട്ടോൺസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിറർ വെക്കുന്നു. ഒന്ന് ഒരു സെമി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള അല്ലെ, ഒരു പകുതി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മിറർ ആയിരിക്കും ഒരെണ്ണം എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ HD എന്താ പറയാ ഫുള്ളി റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മിററും ആയിരിക്കും. അപ്പൊ ഈ രണ്ട് മിറേഴ്സിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് അവിടെ ഫോട്ടോൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കുന്ന അതിന് ഒപ്റ്റിക്കൽ റെസനേറ്റർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ റെസനേറ്റർ എന്തിനാണ് റോൾ ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, സ്റ്റിമുലേറ്റിംഗ് മോർ ആൻഡ് മോർ ആറ്റംസ് ഫ്രം ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെ. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ ഫോട്ടോൺസ് വന്നു കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ശരിയാണ്, ഇതിന് പോസിബിൾ ആണ്. ജനറേഷൻ ഓഫ് ഇന്റൻസ് ലേസർ ഔട്ട്പുട്ട് ശരിയാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോൺസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഇന്റൻസ് ആയിട്ടുള്ള ലേസർ ഔട്ട്പുട്ട് ഉള്ളൂ. എന്താണ് ജനറേഷൻ ഓഫ് യൂണി ഡയറക്ഷണൽ ബീം ഓഫ് ഫോട്ടോൺസ് അല്ലെ. യൂണി ഡയറക്ഷനിൽ സിംഗിൾ ഡയറക്ഷനിലുള്ള ഫോട്ടോൺസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി എബോ എന്നാണ് അല്ലെ. ബീം ഓഫ് ഫോട്ടോൺസ് ഓക്കെ, ഓൾ ഓഫ് ദി എബോ എന്നാണ്. ശരിക്കും എല്ലാ പോസിബിലിറ്റി ഉണ്ട് അല്ലെ. ഒരുപാട് പേരെ മുകളിലോട്ട് കൊണ്ടുപോകണം, എക്സൈറ്റ് ചെയ്യണം, ഒരുപാട് പേരെ താഴോട്ട് കൊണ്ടുവരണം. ഇന്റൻസ് ലേസർ ഔട്ട്പുട്ട് കിട്ടും, യൂണി ഡയറക്ഷനിൽ കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഓൾ ഓഫ് ദം. ഓക്കെ, ഓൾ ഓഫ് ദം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂബി ലേസർ ഇസ് എ സോളിഡ് സ്റ്റേറ്റ് ലേസർ. ആക്റ്റീവ് മീഡിയം എന്താണ്, ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, നോൺ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, ഗേഷ്യസ് സബ്സ്റ്റൻസ്, നൺ ഓഫ് ദി എബവ്. റൂബി ലേസർ എന്ന് പറയുന്നത് എന്താണ്, റൂബി ലേസർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് അല്ലെ. സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. നമ്മുടെ അലൂമിനിയം ഡോപ്ഡ് വിത്ത് എന്താണ് ക്രോമിയം ഓക്സൈഡ് എന്നുള്ള രീതിയിൽ പറയാൻ അല്ലെ അതല്ലേ സംഭവം.
ഓക്സൈഡ് ആണ്. അപ്പൊ എന്താ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് അതിനകത്തുള്ളത് കേട്ടോ. റൂബി ലേസർ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് റൂബി ലേസർ the optical resonator cavity is formed by silvered ends of tourmaline crystal, calcium crystal, ruby crystal, quartz crystal. റൂബി ലേസറിന് ഒപ്റ്റിക്കൽ റെസിനേറ്റർ ക്യാവിറ്റിയിൽ എന്താ ഉള്ളത്? റൂബി ക്രിസ്റ്റൽ ആണ് അല്ലെ? റെസിനേറ്റർ ക്യാവിറ്റി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന? റൂബി ലേസർ ആയതുകൊണ്ട് റൂബി ക്രിസ്റ്റൽ ആണ്. ക്രിസ്റ്റൽ ആണ്. നോക്കി ഇവിടുത്തെ ഓപ്ഷൻസ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചത്. ക്രിസ്റ്റലൈൻ ആണ്, നോൺ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണോ, ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അത്? ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ആ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഏതാണ്? റൂബി എന്നുള്ള ക്രിസ്റ്റൽ ആണ്. ഓക്കെ,